PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചാൽ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തിട്ട് മാത്രമേ പ്രിപ്പറേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണ്ടൂ. അതെന്താണ്? ഒന്ന്, ഈ PSC പരീക്ഷയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നത് റിയലി എനിക്ക് PSC പരീക്ഷ എഴുതി ജോലി വേണ്ടത് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം കാണണം. ചില ആളുകൾ ഇങ്ങനെ രണ്ട് തോണിയിൽ കാല് വെച്ച പോലെയാണ്. കിട്ടിയാ നല്ലത്, കിട്ടിയില്ലേ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് എന്നുള്ള രൂപത്തിലാണെങ്കിൽ എന്തിനാ വെറുതെ സമയം കളയുന്നത് എന്നേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ ചോദ്യം, 100% നിങ്ങൾക്ക് PSC പരീക്ഷ എഴുതി അത് ക്ലിയർ ചെയ്യണം ആഗ്രഹമുണ്ടോ എന്നുള്ളത് നിങ്ങൾ എഴുതേണ്ട, ഒരു ബുക്കും പേന എടുത്തിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടേ അടുത്ത കാര്യത്തിലേക്ക് നീങ്ങണ്ടു. രണ്ടാമത്തെ ചോദ്യം, എത്ര വർഷത്തിനുള്ളിൽ, വർഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാസങ്ങൾ എഴുതുന്നതായിരിക്കും നന്നാവുക, ഇത്ര മാസത്തിനുള്ളിൽ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണം, ഇങ്ങനെ തന്നെ എഴുതണം. അപ്പൊ 20 months അല്ലെങ്കിൽ 25 months, 25 monthsന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ 20 monthsനിടയ്ക്ക് ഞാൻ പോസ്റ്റിൽ കയറി അഥവാ അപ്പോയിന്റ്മെന്റ് കിട്ടി എനിക്ക് സാലറി കിട്ടി തുടങ്ങണം എന്ന് നമ്മൾ ഈ നമ്പർ ഓഫ് മന്ത്സ് നിങ്ങൾ എക്സ് ആൻഡ് വൈ നിങ്ങളുടെ പോസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പറഞ്ഞു വന്നത്, ഒരു ടൈം സ്റ്റിപ്പുലേഷൻ, ഒരു ടൈം ലിമിറ്റ് നമ്മൾ കൊടുക്കണം. ഡെഡ് ലൈൻ ഇല്ലാതെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യവും അത് ചെയ്യാത്ത പോലെയാണെന്നാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഒരു 5 year പ്ലാൻ ആക്കിയിട്ടല്ല ചെയ്യേണ്ടത്, ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക. ഇനി മൂന്നാമത്തത്, ഇനി നിങ്ങൾ PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ എഴുതാൻ എക്സാം വേണം അല്ലെ? കുറെ പഠിച്ചു പക്ഷെ പരീക്ഷ ഇല്ല, അങ്ങനെ ആവുമ്പോഴെന്താ സംഭവിക്കുക? അപ്പൊ PSC പരീക്ഷകളെ കുറിച്ചൊരു ധാരണ വേണം. 3 വർഷം കഴിഞ്ഞാൽ വരുന്ന പരീക്ഷകൾ ഏതാണ്, ഇയർലി വരുന്ന പരീക്ഷ, റിപ്പീറ്റ് ചെയ്യുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്, അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങളെ കയ്യിലുണ്ടോ? ഇപ്പൊ PSC ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങളെ കയ്യിലുണ്ടോ? ഇനി എന്തായാലും PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ എഴുതാകുന്ന മറ്റു പരീക്ഷകൾ ഏതൊക്കെയാണ്? SSC ഉണ്ട്, റെയിൽവേ ഉണ്ട്, തുടങ്ങി ഇനി പല യൂണിവേഴ്സിറ്റികളിലും പല ഓഫീസുകളിലേക്കും ഒക്കെ ഗവൺമെന്റ് പേയ്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് തസ്തികകളിലേക്ക് തന്നെ PSC അല്ലാതെയും വിളിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയും? ഇതറിയാൻ വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത്, 2 പോയിന്റ് ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, നിർബന്ധമായിട്ട് ഏതൊക്കെ പരീക്ഷകൾ യഥാസമയ പരീക്ഷകളെ കുറിച്ച് നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം, അപേക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനെന്ത് ചെയ്യണം? ഒരു തൊഴിൽ പ്രസിദ്ധീകരണം നമ്മുടെ വീട്ടിൽ വരണം. അത് തൊഴിൽ വാർത്തയാകാം, തൊഴിൽ വീതിയാകാം, ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാകാം. ഏതെങ്കിലും ഒന്ന്, ഒരു 15 രൂപ ആഴ്ചയിൽ എല്ലാ വീക്കിലും വരുന്ന പ്രസിദ്ധീകരണങ്ങളാണ്. ഒരു 15 രൂപയുടെ എക്സ്പെൻസ് നമുക്ക് വരുന്നുള്ളൂ. തീർച്ചയായും അത്തരത്തിലുള്ള എമൗണ്ട് നമ്മൾ എന്തായാലും ചെലവഴിക്കേണ്ടി വരും. കാരണം അത്രയും എന്താ പറയാ, പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലൈഫ് ലോങ്, നമ്മുടെ ജീവിതം മുഴുവൻ സെറ്റിൽ ആകുന്ന ഒരു പദ്ധതിക്ക്, പരിപാടിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. റൈറ്റ്. അപ്പൊ മൂന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം. അതിനൊരു പ്രസിദ്ധീകരണം നിങ്ങളെടുത്ത് വേണം. ഇനി നാലാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്, ഒരു ദിവസത്തിൽ എനിക്ക് എത്ര സമയം പഠിക്കാൻ കഴിയും? അത് വെറുതെ നമ്മളിങ്ങനെ എഴുതി വെക്കുകയല്ല. ഉദാഹരണത്തിന് 12 മണിക്കൂർ, 14 മണിക്കൂർ, 16 മണിക്കൂർ എന്നൊക്കെ എഴുതും, പക്ഷെ 2 മണിക്കൂർ പോലും പഠിക്കൂല. ഇതാണ് ചിലരുടെ അവസ്ഥ. അങ്ങനെയാണ് പിന്നെ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ഇൻ റിയാലിറ്റി നിങ്ങളുടെ ലൈഫ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ കഴിയും എന്ന് മനസ്സിലാവും. ആ സമയം എത്ര സമയം പഠിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് അറിയുമ്പോഴാണ്, അല്ലെങ്കിൽ ധാരണ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ സമയം നിങ്ങൾ നിജപ്പെടുത്തണം. മാത്രമല്ല, അത് നിങ്ങളുടെ വീട്ടിലൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് വേണം. ആ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ പഠിക്കണം. ഉദാഹരണത്തിന്, ഒരാൾ രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നതാണ്, പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്തു 5:30 കുറച്ച് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് പിന്നെ അയാൾ മോർണിംഗ് വാക്കിന് പോകും, നടക്കാൻ പോകും, അല്ലെങ്കിൽ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പോകും.
അത് കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോൾ അയാളുടെ വീട്ടിലെത്തും. അപ്പോഴത്തേക്ക് ന്യൂസ് പേപ്പർ അവിടെ വന്നിട്ടുണ്ടാവും. അയാൾ ന്യൂസ് പേപ്പർ വായിക്കുന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അല്ലെങ്കിൽ കുളിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നെ തയ്യാറെടുപ്പുകളാണ്, ഓഫീസിലേക്ക് പോകും. ഇയാളുടെ റുട്ടീനാണിത്. റൈറ്റ്. അതായത് നമ്മൾ ഷൂ ധരിക്കുമ്പോൾ അതിന്റെ ലേസ് എങ്ങനെയാണ് കെട്ടുന്നത്? പ്ലാൻ ചെയ്ത് എനിക്ക് ലേസ് കെട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച് ആണോ നമ്മൾ ചെയ്യുന്നതല്ല. ചൂടുന്നു, ഓട്ടോമാറ്റിക്കായി നമ്മൾ ലേസ് കെട്ടുന്നു, അതിനിടക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ചിലപ്പോൾ ഫോൺ വിളിക്കണ്ട, അതിന്റെ ഇടക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യും. എന്താ കാരണം? അത് അത്രയും ഹാബിച്വലാണ്. ഇതേപോലെ നമ്മുടെ പഠനവും ഹാബിച്വലാകണം. അപ്പൊ നിങ്ങൾ രാവിലെയാണ് പഠിക്കുന്നതെങ്കിൽ ആ പഠിക്കുന്ന സമയം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് എത്തുന്നു, പഠിക്കുന്നു. ചില ആളുകൾ യാത്ര പോകുന്നവരായിരിക്കും. 1 മണിക്കൂർ ഓഫീസിലേക്ക് യാത്ര ഉണ്ട്, ഓഫീസിൽ നിന്ന് തിരിച്ച് 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇയർഫോൺ വെച്ചുകൊണ്ട് ക്ലാസ്സുകൾ കേൾക്കും. പക്ഷെ ഈ ക്ലാസ്സുകൾ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതും കൂടെ ആലോചിക്കണം. ഈ കേൾക്കേണ്ടെന്നല്ല, കേൾക്കുന്ന ക്ലാസ് നമുക്ക് ഓർമ്മ വെച്ചോണം, ഓർമ്മയിൽ നിന്നോണമെന്നില്ല. പക്ഷെ നമുക്ക് പരിചയമാകും, ഇങ്ങനെ കേട്ട് കേട്ട് പരിചയമാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പഠനം എന്നുള്ളത് നമ്മൾ SSLC +2 പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തപോലത്തെ പഠനം തന്നെയാണ് വേണ്ടത്. റിവിഷൻ വേണം, നമുക്ക് കൃത്യമായിട്ട് എല്ലാം ഓർമ്മ വേണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇല്ല എക്സാം ഹാളിൽ പോയിട്ട് എല്ലാം പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒന്നിനും കറക്റ്റ് ആൻസർ ഉണ്ടാവില്ല, എല്ലാം മൈനസ് അടിച്ചിട്ട് പോരും. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് ചെയ്യേണ്ടത്, നാലാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നല്ല ധാരണ എക്സാമുകളെ കുറിച്ച് ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നമുക്ക് പഠിക്കുന്നതിനുള്ള ദിനേനയുള്ള ഒരു ടൈം ടേബിൾ നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയാ പഠിക്കേണ്ടതെന്നുള്ളത്. ഇനി അഞ്ചാമത്തത് നമ്മൾ നോക്കേണ്ടത്, ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ചിലർക്ക് മാത്സ് ഭയങ്കര ടഫാണ്, ചിലർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ടഫാണ്. അത്തരം ചിലർക്ക് ഓർമ്മയിൽ നിൽക്കൂല, ഹിസ്റ്ററി, ഈ ഇയേഴ്സ് ഒന്നും ഓർമ്മയിൽ നിൽക്കൂല. അപ്പൊ അത് ഏതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അതിന് ആദ്യം നമ്മൾ ചിലപ്പോൾ പഠിച്ചു നോക്കേണ്ടി വരും, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്നും മറ്റുള്ള സമയങ്ങളിലൊക്കെ പഠിച്ചത് വെച്ചിട്ട് നമുക്കൊരു ഓർമ്മ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ സബ്ജക്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഒരു തീരുമാനം നമുക്കുണ്ടാകണം. ചിലര് ആ ഭാഗം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. ഭയങ്കര പോപ്പുലർ ആയിട്ട് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഭാഗങ്ങൾ ശ്രമകരമായിട്ട് പഠിക്കുക, സ്മാർട്ട് വർക്ക് നടത്തുക എന്നുള്ളതാണ്. ചിലർ ബേസിന്റെ പ്രോബ്ലം ആയിരിക്കും. ബേസിന്റെ പ്രോബ്ലം ആണെങ്കിൽ ആ സബ്ജക്റ്റ് അതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇരുന്ന് ഫുള്ള് തറവാക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അതിനു വേണ്ടി ചെയ്യേണ്ടത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏതാണ് പ്രശ്നം എന്നുള്ളത്. ഓക്കെ, ഈ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു പുസ്തകത്തില് ഒരു നോട്ട്ബുക്കും പേനയും എടുത്തിട്ട് എഴുതുക, എന്നിട്ട് ആൻസർ ചെയ്യുക ഈ 5 കാര്യങ്ങൾക്കും. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.